പക്ഷേ ഇതൊരു ഒരു പെയ്ഡ് തന്നെയാണ്. ഇതൊരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ കുറെ പേര് തെറി വിളിക്കുന്നു. അതിനു പുറമെ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു തുടങ്ങി. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇപ്പോ മറ്റുള്ളവരൊന്നും അയാൾക്കെതിരെ എന്തുകൊണ്ടാണെന്ന് അറിയോ? അത് നിങ്ങളുടെ വായ ശരിയല്ലാത്തതുകൊണ്ടാണ്, നിങ്ങളുടെ നാക്ക് ശരിയല്ലാത്തതുകൊണ്ടാണ്. സോഷ്യൽ മീഡിയയിൽ കൂടെ ഇപ്പൊ വന്നുകൊണ്ടില്ല അറ്റാക്ക് ചെയ്യണത്. ഇത് ഭാഗ്യലക്ഷ്മി, നമ്മുടെ ഈ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ വേസ്റ്റ് ടൈപ്പ് ഓഫ് ടോക്സിക്കും ഭയങ്കര മോൺസ്ട്രസ് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു നാടാണ്. ഇവിടെ ഈ നിയമവ്യവസ്ഥിതി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു മനുഷ്യനിക്കും വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റൂല. മനസ്സിലായില്ലേ? ആ ജുഡീഷ്യറിനെ കംപ്ലീറ്റ് ആണ് നിങ്ങൾ എതിർത്തോണ്ട് നിൽക്കുന്നത്. അപ്പൊ ആ ജുഡീഷ്യറി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ലേ? അപ്പൊ ഇനിയെങ്കിലും ഒരു കോടതി ഉത്തരവിന് എതിർപ്പുണ്ടെങ്കിൽ എതിർപ്പ് വരാം. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് നാട്ടിലുണ്ട്. ആ എതിർപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാന്യമായിട്ട് അടുത്ത കോടതിയിലോട്ട് മുകളിലുള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്യുക. എന്നിട്ട് അതിനെതിരെ അപ്പീൽ കൊടുത്തിട്ട് അതിനെതിരെ വേറെ അന്വേഷണം വരുത്തിക്കാം. ഇവിടുത്തെ അന്വേഷണവും ഇവിടുത്തെ വിധിയെയും താങ്കൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കമന്റൊക്കെ വെറുതെ ഇപ്പോഴല്ലേ തുടങ്ങിയത്. പണ്ട് ഇതേപോലെ ഡയറക്റ്റ് അറ്റാക്ക് ആയിരുന്നു. കമന്റുകളൊക്കെ ഇപ്പൊ ഇന്റർനെറ്റ് വന്നുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഫസ്റ്റ് കമന്റിൽ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ കുറച്ച് ഭാഗ്യം ചെയ്താണ് ഭാഗ്യലക്ഷ്മി. പക്ഷേ ഭാഗ്യം ഇല്ലാണ്ടാക്കരുത് നമ്മൾ ഒരിക്കലും. നമുക്ക് എപ്പോഴും ഭാഗ്യമൊന്നും കിട്ടൂല. പറഞ്ഞു ചെയ്യില്ല. ഇത് ഞാൻ അടുത്താണ്. അയാൾക്കെതിരെ സംസാരിക്കുന്നില്ല. സിനിമയിൽ നിന്ന് ഞാൻ മാത്രമാണ് അയാൾക്കെതിരെ സംസാരിക്കുന്നത്. അപ്പോ മറ്റാരെയും, സാധാരണക്കാരാണ് അവളോടൊപ്പം നിൽക്കുന്ന മുഴുവൻ. അപ്പൊ സാധാരണക്കാർക്ക് കാര്യം നോക്കണ്ട. കാരണം എന്ന് വെച്ചാൽ മീഡിയ നല്ല രീതിയിലെടുത്ത് ഇത് മറ്റേ മീഡിയ അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഏതോ ഒരു ഇൻട്രസ്റ്റ് ഉള്ള പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ബാക്കിയുള്ളവരൊന്നും നിൽക്കാത്ത എന്തുകൊണ്ടാണ്? അവർക്ക് കോടതി വിധിയെ മാനിക്കാൻ അറിയാം അവർക്ക്. അഥവാ എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിക്ടിമാണ് പോകേണ്ടത്. അവരെ കൊണ്ട് നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞ് മനസ്സിലാക്കി അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോയത്. നമുക്ക് എല്ലാവർക്കും ജനങ്ങൾക്ക് ഇത് നിയമവ്യവസ്ഥ എന്താണ് ഇപ്പൊ നിയമം കോടതി ഉത്തരവിട്ടേക്കുന്നത് അതിൽ കുറച്ച് നിൽക്കുകയാണ് ഇപ്പൊ എല്ലാവരും. പക്ഷെ അത് നിങ്ങൾക്കത് അങ്ങനല്ല. ഇതിനും ബെറ്റർ ആക്കി, എനിക്കിതിനും നീതി വേണം, ഇതല്ല ഈ ഗൂഢാലോചന ചെയ്ത ആൾക്കാരെ പുറത്തു വരണം. അത് അതിജീവിതക്കും ഉണ്ട്, അതേപോലെ തന്നെ ജനങ്ങൾക്കും ഉണ്ട്. അത് ഭൂരിഭാഗം ജനങ്ങൾക്കും ഇതിന്റെ ഗൂഢാലോചന ഇപ്പൊ നടത്തിയ ആരാണെന്നുള്ള അറിയണമെന്നുണ്ട്. അത് നടത്തണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വന്നിട്ട് ഒരു ത്രെട്ട് കിട്ടുമ്പോഴത്തേക്കും മീഡിയനെ ഫസ്റ്റ് വിളിച്ച്, പോലീസിലല്ല ഫസ്റ്റ് പോയേക്കണം, മീഡിയനെയാണ് ആദ്യം വിളിച്ചേക്കണം. ഇതാരാ 24 ന്യൂസ്, പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസ്, ഇതിലൊക്കെ കണ്ട് നിങ്ങൾ അവരെയാണ് ആദ്യം വിളിക്കേണ്ടത്. നിങ്ങൾ ആദ്യം പോലീസിലല്ലേ അറിയിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ പറയുന്നുണ്ട് പോലീസിൽ വിശ്വാസം പോയി, ഇതിനു മുമ്പേ കൊടുത്തപ്പോ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളിപ്പോ കോടതി ഉത്തരവ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ പോലീസിലും മുകളിലുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ അപ്രോച്ച് ചെയ്യണം. കാരണം ചെയ്യില്ലേ? പിന്നെ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ആരാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തികൾ, അവരെയൊക്കെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യണം. പക്ഷേ ഇതേപോലെ എല്ലാരെയും വെറുപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാർ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുപ്പിക്കരുതല്ലോ ഒരാള്. വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ ഈ ഭീഷണിക്കൊന്നും വഴങ്ങില്ല. അങ്ങനെ വരട്ടെ, വരുമ്പോ നോക്കാം. അതുകൊണ്ടൊന്നും അങ്ങനെ തളർത്താനൊന്നും പറ്റില്ല. തളർത്താനൊന്നും പറ്റൂല എന്നൊന്നും പറയില്ലേ ഭാഗ്യലക്ഷ്മി. ഇപ്പൊ ബോധമില്ലാത്തങ്ങളൊക്കെ കുറെ പേരുണ്ട്. കാരണം ചെയ്യില്ലേ? അവരെയൊക്കെ ഒന്നും നോക്കണം. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് പോയി, അല്ലാതെ വേറെ ആർക്ക് എന്ത് പോയി? നിങ്ങൾക്കൊരു ഇത് വന്നിട്ടില്ല, ഒരു ബോധം എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ഇല്ല നിങ്ങൾക്ക്. ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ എല്ലാരും വന്നത്. വാസ്തവത്തിൽ എനിക്ക് ഈ പരാതി കൊടുക്കുന്നത്, അതെ, പരാതി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളെല്ലാരും വന്നത്. ഇവരാരൊക്കെ എന്താണ് മറ്റേ ഫിലിമില് വിളിച്ചു പറയുന്ന പോലെ വേറെ ആരാണല്ലോ വിളിച്ചു പറഞ്ഞത്, അല്ലാണ്ട് നിങ്ങളല്ലല്ലോ വിളിച്ചു പറഞ്ഞത്. എന്തിനാ ഭാഗ്യലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയണത്? എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഫസ്റ്റ് വിളിക്കേണ്ടത് നിങ്ങള് അവരെയാണ്.
അതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ പ്രയോജനം ഉണ്ടോ ഒരുപാട് ഇല്ലയോ? സൈബർ പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല. സൈബർ പരാതികൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ കമന്റ് ഇടുന്നതിനൊക്കെയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരത്തിൽ ഉദ്ദേശിക്കുന്നത്. കമന്റ് ഇടുന്നതിനൊന്നും കേസെടുക്കാൻ പറ്റൂല ഭാഗ്യലക്ഷ്മി. കേസെടുക്കാൻ കഴിഞ്ഞാൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ പോലീസുകാർക്ക്. പറഞ്ഞു വെച്ചാലേ നീ ആ കമന്റ് ഇട്ട് നീ ഇത്ര ദിവസം കിടക്കും മനസ്സിലായില്ലേ. പക്ഷെ അതേപോലെ അല്ല ഒരു ഫോണിൽ ത്രെറ്റ് ചെയ്യുന്നത്. പറഞ്ഞു വെച്ചാൽ അതിനെയൊക്കെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള വകുപ്പുകൾ ഇവിടെ ഉണ്ട്. വേണ്ടി വന്നാൽ അവർ ഇടിക്കുകയും ചെയ്യുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ പരാതി എഴുതണത്? നിങ്ങൾ പരാതിയൊന്നുമല്ല, നിങ്ങളുടെ ഉദ്ദേശം ഇതൊന്നുമല്ല. പറഞ്ഞു വെച്ചാലേ ഇതൊന്നല്ല നിങ്ങളുടെ ഉദ്ദേശം. അതും വന്നിട്ട് തോന്നുന്നില്ല. ആകെ BJP നായരുടെ ഒരു വിഷയത്തിൽ മാത്രമേ അങ്ങനെ ഒരു BJP നായർ ഇടപെടൽ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി നമ്മളെ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഒരു 8 മാസം മുമ്പ് എനിക്കൊരു ഭീഷണി കോൾ വന്നു. അതിനെതിരെ പരാതി കൊടുത്തിട്ട് അവര് പറഞ്ഞു വെസ്റ്റ് ബംഗാളിൽ നിന്ന് എവിടുന്നോ ആയിരുന്നു ആ കോള് വന്നത് എന്ന് പറഞ്ഞു. അതുപോലെ ഇതും ഞാൻ കൊടുക്കുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടി. അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കുന്നു. അതിനേക്കാൾ ആളുകൾ അറിയട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ നമ്പർ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇട്ടത്. സൗദി അറേബ്യ, ദമാം അങ്ങനെയുള്ള സൗദി അറേബ്യ, ദമാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിന്റെ പിന്നാലെ ഇയാൾ കോൾ കട്ട് ചെയ്ത ഉടനെ വന്നു. വളരെ മോശം. അപ്പൊ എനിക്ക് പെട്ടെന്ന് സംശയം തോന്നിയിട്ട് ഞാൻ ട്രൂ കോളറിൽ എനിക്ക് ഡേഞ്ചർ ഫ്രോഡ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ കോൾസ് എടുത്തില്ല. തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇന്നല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ആക്രമണം നമുക്ക് നേരെ ഉണ്ടാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു. പക്ഷേ തമാശയായിട്ടാണെങ്കിലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ തന്നെയാണത്. ഞാൻ ദിലീപ് തന്നെയാണ്. കാരണം കണ്ട, ഇതാണ് ഉദ്ദേശം. പറഞ്ഞാല് ഇതിനൊക്കെയാണ് ഇവർ ഈ മീഡിയനെ വിളിച്ചുകൊണ്ട് വരുന്നത്. അല്ലാണ്ട് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ ചെയ്യാ? പോലീസിനെ ഇത് ചെയ്യും, വിളിക്കും. അവിടെ നിന്ന് വേണമെങ്കിൽ നമ്മൾ മീഡിയനായിട്ട് സംസാരിക്കുന്നതാണ്. ഞാൻ ഇന്ന ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു ത്രെറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലെ? അത് എത്ര റീസണബിൾ ആണത്? ഇവിടെ മൂപ്പര് ഫസ്റ്റ് ചെയ്തേക്കുന്നത് മീഡിയനെ വിളിച്ച് പറഞ്ഞേക്കുന്നത്. അതായത് എന്തിന് ഈ ആളുടെ പേര് പറയാൻ പിന്നെയും പറയാനായിട്ട്. കർണാടകയിലെ ഞാൻ പറഞ്ഞില്ലേ ഭാഗ്യലക്ഷ്മി, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കോടതി വഴി സമീപിക്കും. അടുത്ത കോടതിയിലോട്ട് വേഗം. അതിജീവിതനെ വിളിച്ച് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കത്. നിങ്ങളിങ്ങനെ വെച്ച് താമസിപ്പിക്കുന്ന എന്തിനാണത്? മനസ്സിലായില്ലേ? അല്ലാതെ ഈ ചാനലിൽ കയറി വന്നിട്ട് ഒരാളെ ചെറിയവാരി തേക്കണതിന് ഒരു പരിധിയില്ലേ എന്റെ ഭാഗ്യലക്ഷ്മി? അപ്പൊ അയാളുടെ ഫിലിം എടുത്ത് നോക്കത് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ മോശം അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിന് നമുക്കൊരിക്കലും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഫിലിം ഫുള്ളാണ്. ടിക്കറ്റ് ഒക്കെ എടുക്കാൻ നോക്കി സീറ്റൊക്കെ ഫുള്ളാണ് ഇട്ടിരിക്കുന്ന സ്ഥലത്ത്. എന്താ ചെയ്യാ? ഒരാളെ നാട്ടിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ്. ആ ആസിഡ് ഒഴിക്കും എന്ന് പറഞ്ഞ ത്രെട്ട് ചെയ്തവനും ഭാഗ്യലക്ഷ്മിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ശരിക്കും പറഞ്ഞ. ഇവിടെ രണ്ടുപേരും ഒരേപോലെ. അപ്പൊ നമ്മ എന്താ ചെയ്യതിനാ? Fuck off.